അതായത് ഇതിൽ ഭൂരിഭാഗം പേരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുക. റിസർവ്ഡ് ആണെങ്കിലും വിരോധമില്ല. ഒരുപാട് പേര് ഒരുപാട് പാട്ട് പാടുന്നത് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് കാറിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലും ഇതാണ്. സാമാന്യ ഏകദേശ ദൂരം മുഴുവൻ കാറിൽ യാത്ര ചെയ്യും. അല്ലാത്ത ദൂരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ കാറിൽ. ഇങ്ങനെ പോകുന്ന ആളുകളാണ് ഈ ബഹളം വെച്ചവരെല്ലാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരൊന്നും ട്രെയിനിൽ പോകുന്നവരല്ല. ഇനി പോവുകയാണെങ്കിൽ തന്നെ ആ സെക്കൻഡ് എ സിയിലോ ഫസ്റ്റ് എ സിയിലോ ഒക്കെ ആൾ തീരെ കുറവുള്ള ആ സെഗ്മെൻറ്റിലൊക്കെ ആയിരിക്കും പോകുന്നത്. എനിവേ ദേ ആർ നോട്ട് അക്കസ്റ്റംഡ് വിത്ത് ദിസ്. അതുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞില്ലേ, ഔദ്യോഗിക പരിപാടിയിൽ ഇത് പാടാൻ പറ്റില്ല. ഈ വന്ദേ ഭാരതിൻ്റെ ആദ്യത്തെ ഓട്ടം, അതിൽ പിള്ളേർ കയറി പാട്ട് പാടുന്നത് അതൊരു ഔദ്യോഗിക ചടങ്ങാണ്. എന്ത് ചടങ്ങ്? ഒരു ചടങ്ങുമില്ല. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ട്രെയിനിൽ ഇഷ്ടം പോലെ പാട്ട് പാടിയിട്ടുണ്ട്. ആദ്യം പാടിയ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു വിദ്യാർത്ഥി സമൂഹം കയറുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷം, ഇവരൊന്നും വിദ്യാർത്ഥി ആയിരുന്നില്ലേ? എനിക്കതാ മനസ്സിലാക്കുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കന്യാകുമാരിക്ക് കൊണ്ടുപോയി ബസ്സിലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും നിർത്താത്ത പാട്ടാണ്. അത് പാട്ടൊരാൾക്ക് പാടാൻ അറിയാമോ എന്നുള്ളതല്ല, കൂടെ അങ്ങ് പാടുകയാണ് എല്ലാവരും കൂടെ ചേർന്ന്. അത് കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സ്വഭാവമാണ്. ഈവൻ മുതിർന്നവരുടെ സ്വഭാവമാണ്.